നാം പതിവായി ഓതുന്ന വളരെയേറെ മഹത്വമുള്ള സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പല സന്ദർഭങ്ങളിലും ആയത്തുകൾ ചേർത്താണ് നാം ഓതാറുള്ളത്. ഏറ്റവും നല്ലത് എല്ലാ ആയത്തുകളുടെയും അവസാനം വഖഫ് ചെയ്ത് ഓതുന്നതാണെങ്കിലും എങ്ങനെയാണ് ആയത്തുകൾ തമ്മിൽ ചേർത്ത് ഓതേണ്ടത്? മഷ്ഹൂറായ രൂപം ഏതാണ്? ശ്രദ്ധിച്ചു കേൾക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സ്വമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു. അഹദു ദാലിന് ലൊമ്മ് കൊടുത്തതിന് ശേഷം ഒരു കെസറുള്ള നൂൻ അവിടെ കൊടുക്കണം. അല്ലാഹു സമദുലം, സമദു ദാലിന് ലൊമ്മ് കൊടുത്തുകൊണ്ടാണ് ചേർത്തോതേണ്ടത്. ബാക്കിയുള്ള രണ്ട് ആയത്തുകളിലും നാം സാധാരണ ഓതുന്നതുപോലെ സുക്കൂൻ ചെയ്തുകൊണ്ടും. ഇതാണ് മഷ്ഹൂറായ രൂപത്തിലുള്ള പാരായണം. അല്ലാതെ പലരും ഓതുന്നത് പോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ രൂപത്തിലുള്ള ഓത്ത് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തും ശേഷമുള്ള ആയത്തുമായി ചേർത്തോതുമ്പോൾ സുക്കൂൻ ചെയ്തുകൊണ്ട് ഓതുന്ന രൂപം മഷ്ഹൂറിനെതിരാണ്. തെറ്റോ കുറ്റമോ ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും നാം എപ്പോഴും ഓതേണ്ടതും ഓതി പരിശീലിക്കേണ്ടതുമായ രൂപം ഞാൻ ആദ്യം ഓതിയതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇങ്ങനെയാണ്.